നേഷൻ ഫസ്റ്റ് ചാനലിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി.കെ. രാജഗോപാലാണ്. സർ, CPM പൊളിറ്റിക്സിൽ, അതായത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വൻ പൊട്ടിത്തെറികൾ, അതായത് ഒരിക്കലും കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയം പഠിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. അതും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPMന്റെ ചരിത്രത്തിൽ അവരുടെ പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടാവാത്ത ഒരു പേരുദോഷം ഗോവിന്ദനിലൂടെ വരുന്നു. അതുപോലെ തന്നെ ഗോവിന്ദൻ എന്ന മറ്റൊരു പേരുകാരൻ, അതേ നാമധേയമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ടി.കെ. ഗോവിന്ദൻ, അതും ഗോവിന്ദൻ മാസ്റ്ററാണ്. സാർ, എന്ത് തോന്നുന്നു സാർ, ഈ പോക്ക് എങ്ങോട്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ, അതും പിണറായിയുടെ തട്ടകത്തിൽ. നമ്മൾ അയ്യപ്പ സൂചിപ്പിച്ചത് ശരിയാണ്. നമ്മള് കേരള രാഷ്ട്രീയത്തില് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലേറ്റസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്തരത്തിലൊരു കേഡർ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വളരെ കെട്ടുറപ്പും സംഘടനാ സംവിധാനമുള്ള CPMനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാര്, 50ഉം 60ഉം വർഷം പരിചയസമ്പന്നരായ നേതാക്കന്മാര്, ജില്ലാ കമ്മിറ്റി അംഗങ്ങള്, സെക്രട്ടേറിയറ്റ് മെമ്പർമാര്, അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള വളരെ പരിചയസമ്പന്നരും അനുഭവ സമ്പന്നരുമായ ആളുകളാണ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്, പാർട്ടിക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വരികയാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയേറെ പരസ്യമായിട്ട് പാർട്ടിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വന്ന നേതാക്കന്മാരൊക്കെ. അവർ മറ്റൊരു ആലോചനയില്ല, ഒരു മുൻപിൻ ആലോചന ഇല്ലാതെ അവർ മുന്നോട്ട് വരികയാണ്. അതിന്റെ ആദ്യത്തെ വെടിപൊട്ടിയത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലായിരുന്നു. അമ്പലപ്പുഴയിലെ സുധാകരനായിരുന്നു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയാലോ, പൊതുമരാമത്ത് വകുപ്പിന് നല്ല റെക്കോർഡുള്ള ഒരു മന്ത്രിയാണ്. വളരെ പാരമ്പര്യമുണ്ട്, 60ലേറെ വർഷങ്ങൾക്ക് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തെ അവഗണിക്കുന്നു, അദ്ദേഹത്തെ പാർട്ടി സമ്പൂർണ്ണമായി അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹമാണ് ആദ്യത്തെ തുടക്കം കുറിച്ചത്. ഇപ്പൊ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ലിസ്റ്റ് വരുമ്പോ അറിയാം, ഇന്നത്തെ ലിസ്റ്റ് വരുമ്പോ അറിയാം, അമ്പലപ്പുഴയില് സുധീറിനെ പിന്തുണയ്ക്കാൻ പോകുന്നതാണെന്ന് തോന്നും. അത് അമ്പലപ്പുഴയിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ ആരും വന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ നേതാവ് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവമാണ് അമ്പലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമാണ് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ പോട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറഞ്ഞു നിൽക്കാം. പക്ഷെ പാർട്ടിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത്? അതാണ് ഇന്നലെ നമ്മൾ കുഞ്ഞിക്കണ്ണന്റെ ഇത് കേട്ടിരുന്നു. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ പയ്യന്നൂരിലെ അവിടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. അവിടുത്തെ പാർട്ടി ഫണ്ട് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് അത് ഓഡിറ്റർ കണക്ക് നോക്കിയ ആളാണ്. അപ്പൊ അവിടുത്തെ നിലവിലുള്ള എം എൽ എക്കെതിരെയാണ് കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച ശേഷം അദ്ദേഹത്തിന്റെ പുസ്തകവും പ്രകാശനം ചെയ്തു. അപ്പൊ പാർട്ടിയെ വെല്ലുവിളിച്ചു അദ്ദേഹം. അതിന് ബദലായിട്ട് പാർട്ടി വെല്ലുവിളിച്ചു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പറയാണ്, എനിക്ക് പാർലമെന്ററി മോഹങ്ങളൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ഒരു മോഹവുമല്ല. പാർട്ടി രക്ഷാകത്തിൽ ചില തിരുത്തലുകളുടെ അവകാശം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, അനിവാര്യമാണ് അതിനകത്തില്. ഇപ്പൊ ഒരു കോക്കസിന്റെയിലാണ് അദ്ദേഹം, അവരൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്, ഒരു സംഘം ആളുകളുടെയിലാണ് ഇത് ഉള്ളതെന്നാണ് പറയുന്നത്. സുധാകരൻ തന്നെയാണ് പറയുന്നത്, ക്രിമിനൽ വൽക്കരണം പാർട്ടിക്കകത്തേക്ക് വന്നിരിക്കുന്നു, വലതുപക്ഷ വ്യതിയാനം പാർട്ടിക്കകത്തേക്ക് വന്നിരിക്കുന്നു, പാർട്ടി അതിന്റെ നയപരിപാടികളിൽ നിന്ന് മാറിയിരിക്കുന്നു, അത് ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പാർട്ടി പോകും. അതുകൊണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ ഒരു തിരുത്തലിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് സുധാകരനും പറയുന്നത്. അത് തന്നെയാണ് ഓരോ പയ്യന്നൂരിലെ നേതാവ് പറഞ്ഞത്. ഇപ്പൊ അതേപോലെ തന്നെയാണ് ഇന്നലെ വന്നത്. അതിലും വളരെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹം. SFIയുടെ ആദ്യ രൂപമായ KSF മുതൽ അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടില്ലേ? അന്നത്തെ കാലത്ത് ഒരു ഗതാഗത സൗകര്യവും ഇല്ലാത്ത കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിലും നടന്നും സൈക്കിളിലും ഒക്കെ പോയിട്ട് ഞാനാണ് ഇവിടെ ഈ പ്രദേശത്ത് പാർട്ടി കെട്ടിപ്പടുത്ത ശേഷം എത്രയോ ആളുകൾ, എത്രയോ നേതാക്കന്മാർ, അവരെല്ലാം പല സ്ഥലങ്ങളിൽ പാർലമെന്ററി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട MLA വരെ ആയിട്ടുണ്ട് അവിടെ. അദ്ദേഹം വളർത്തിക്കൊണ്ടിരുന്ന ഒരുപാട് നേതാക്കന്മാരുടെ പേരുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാനൊരു അധികാരത്തിന് വേണ്ടി ആരുടെയും പുറകിന് പോയിട്ടില്ല. എന്നെ ഇന്നതാക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം അതല്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് വേണം, ഇത് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്ത് കളയും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് അദ്ദേഹം ഒന്നിനും പോയിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്, എനിക്കിപ്പോ 75 വയസ്സ് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഒന്നും പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ അവസാന കാലത്ത് എനിക്കൊന്ന് മത്സരിച്ചാൽ പാർലമെന്ററി പൊളിറ്റിക്സ് ഒരു എം എൽ എ സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ താഴെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അത്യാവശ്യം ചില സംഘടനകളെ, പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അങ്ങനെയൊക്കെയുള്ളതേ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു തിരുവനന്തപുരത്തേക്ക് ഒരു MLA എന്നുള്ള കേഡർ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പൊ മണ്ഡലം തളിപ്പറമ്പാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും ശക്തമായ മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. തളിപ്പറമ്പിലാണ് ആഗ്രഹം വെച്ചത്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി കോട്ടയമാണ്. പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞ മണ്ഡലവുമാണ്. ആ സീറ്റുമാണ്, അദ്ദേഹം മാറുന്ന മണ്ഡലവുമാണ്. പക്ഷെ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരേ പരിഗണിച്ചില്ല. പേര് പരിഗണിക്കുക മാത്രമല്ല സംഭവിച്ചത്, അവിടെ പഴയ ആന്തൂർ മുനിസിപ്പൽ ചെയർമാനും CPM-ന്റെ നേതാവും അവരും കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രവർത്തന പാരമ്പര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ പറ്റിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി സെക്രട്ടറി ഒഴിയുന്ന പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക, അത് കമ്മ്യൂണിസ്റ്റ് തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നാണ് പറയുന്നത്. അത് ശരിയായ ഒരു ഏർപ്പാടല്ല. അവർക്ക് പ്രവർത്തന പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പാർട്ടി സെക്രട്ടറി ഒഴിയുന്ന തസ്തികയിൽ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കണം. അവരുടെ പേര് മാത്രമാണ് ശുപാർശ ചെയ്ത് സംസ്ഥാന കമ്മിറ്റിക്ക് പോയെന്ന്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാറ് ഈ പറഞ്ഞ പോലെ ഈ ഗോവിന്ദൻ, ഈ പറയുന്ന TK ഗോവിന്ദൻ, അദ്ദേഹത്തിന് മത്സരിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു എങ്കിലും ഈ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഒരു പാനൽ തയ്യാറാക്കുമല്ലോ സാർ. ഒരു പാനൽ തയ്യാറാക്കുമ്പോൾ ആ പാനലിൽ ഒരു 3 പേരെങ്കിലും ഉണ്ടാകില്ലേ? ഇപ്പോൾ സാറിന് തന്നെ അറിയാം, സുകന്യ എന്ന് പറയുന്ന SFI നേതാവ്. എൻ്റെയൊക്കെ സ്കൂൾ പഠനകാലത്ത് SFIയുടെ ഒരു തീപ്പൊരി നേതാവായിരുന്നു സുകന്യ. ജെയിംസ് മാത്യു അന്ന് SFIയിലാണ്. അവർ ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്നു. ഈ ജെയിംസ് മാത്യു പാർലമെന്റ് തലത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സുകന്യയുടെ പേര് ഈ പാനലിലുണ്ട്. എന്തുകൊണ്ട് സുകന്യയെ ഇവർ ഈ പറയുന്ന പാനൽ ഉണ്ടാക്കുമ്പോൾ സുകന്യയുടെ പേരൊക്കെ വെട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ ഒരു ഏക പേരിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പാനലിൽ പേര് വന്നോട്ടെ. പാനലിൽ ഇപ്പോൾ 2-3 പേരെ പേരൊക്കെ പാനലിൽ വരും. എന്നിട്ട് ഈ പറയുന്ന പോലെ കാണിക്കുന്നതിനെയാണ് അദ്ദേഹം എതിർപ്പ് പറഞ്ഞത്. പിന്നെ സാർ ഒന്നുകൂടെ പറഞ്ഞു, സാർ കേട്ടിട്ടുണ്ട്, അതായത് ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അല്ലെ പോട്ടെ, അവരുടെ പാർട്ടിയിലെ ഒരു വലിയ നേതാവ്, ഒരു സാധാരണക്കാരനായ നേതാവ്, അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മകനൊരു ജോലിക്ക്, സാറിനത് അറിയാം, സാർ കേട്ടു, ഒന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും അതെല്ലാം ശരിയാണ്. അത് തന്നെയാണ് അദ്ദേഹം TK ഗോവിന്ദൻ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ പദസെ. സുകന്യ അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, സമുന്നതരായ നേതാക്കന്മാരുണ്ട്. അവരുടെയൊന്നും ചാൻസ് എന്താണ് കൊടുക്കാതെ? അവരുടെയും കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരു 3-4 പേരുടെ ചേർന്നൊരു പാനൽ അയച്ചാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. ആ പാനൽ ഉണ്ടാകാതെ ഒരു ഒറ്റ പേര് മാത്രം അയച്ചു. പക്ഷെ ഇന്ന് പാർട്ടിയുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി രാകേഷ് അത് വിശദീകരിക്കുന്നത് കേട്ടില്ലേ? ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പേര് മാത്രമേ പാർട്ടി തീരുമാനിച്ചിരുന്നുള്ളൂ. ആ ഒരു പേര് കാര്യം മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അത് തന്നെയല്ലേ അതിന്റെ സൂചന എന്ന് പറയുന്നത്. അല്ലാതെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ട് പാനൽ ഉണ്ടായില്ല? അത് തന്നെയാണ് ശ്രീ ഗോവിന്ദൻ ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവ സമ്പത്തുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ സങ്കടമാണ്. ആ സങ്കടമാണ് അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ മറികടക്കണം. ഇപ്പൊ രാകേഷ് നാഥ് അങ്ങനെയാണല്ലോ. ഇന്നലെ വൈകുന്നേരം തൊട്ട് അദ്ദേഹം വർഗവഞ്ചകനായി. അങ്ങനെ പാർട്ടിയുടെ ഒരു വിശേഷമാണത്. കഴിഞ്ഞ ദിവസം സുധാകരൻ കിട്ടിയതുപോലെ അദ്ദേഹവും വർഗവഞ്ചകനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ പാർട്ടിക്കെതിരെ നിന്ന നിലപാട് എടുത്ത നേതാവാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പാണ് മണ്ഡലം എന്നായിരിക്കണം. പിന്നെ ശ്യാമളയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ പേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ഒരു വ്യവസായിയായ സാജന്റെ ആത്മഹത്യ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ പെർമിറ്റ് കിട്ടാഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കോടി രൂപ മുടക്കിയ ഒരു കെട്ടിടത്തിന്റെ പെർമിറ്റ് കിട്ടാത്തതിന്റെ പേരിൽ സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആ ഫയലുകളൊക്കെ കണ്ണൂർ മുനിസിപ്പാലിറ്റി അന്ന് പിടിച്ചു വെച്ചിരുന്നു. ആന്തൂർ മുനിസിപ്പാലിറ്റി അത് പിടിച്ചു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ചെയർപേഴ്സൺ ശ്യാമളയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും വന്നിരുന്നു. ആ ചോദ്യങ്ങൾ വന്നിരുന്ന സമയത്തും പിന്നെ കൃത്യമായ ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. ചില ഫയലുകളൊക്കെ അവിടെ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. ആ ആന്തൂർ സാജന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫയലുകൾ അവിടെ മിസ്സിംഗ് ആണ്. കുറെ ഫയലുകൾ അവിടെ മിസ്സിംഗ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ശ്യാമളയ്ക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അവർ ചെയർപേഴ്സൺ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സർവാധികാരിയുമായിട്ട് അവിടെ അവർക്കെല്ലാ സൂപ്പർ പവറുള്ള ഒരു സ്ഥലമാണ്. അവരല്ലാതെ മറ്റു പ്രതിപക്ഷം പോലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അവിടെ വളരെ ദുർബലമായ സംഘടനാ സംവിധാനമാണ് മറ്റു പാർട്ടികൾക്കൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് എന്തുകൊണ്ട് സാജന്റെ ആത്മഹത്യ വരുന്നുണ്ട്? അത് ഇപ്പം ഇതിനെയൊക്കെ അവര് ശരിക്കും പുറത്തെടുത്തിട്ടുണ്ട് ആ വിഷയം.
അപ്പൊ അങ്ങനെ വരുമ്പോ പല പല കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നടപടി ഉണ്ടായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്ന് രാവിലെ പിന്നെ ശ്രീ ടി കെ ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ മറ്റ് സംഘടനാ നടപടികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മത്സരിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം മത്സരിക്കും, എനിക്കൊരു പിന്നെ പറഞ്ഞില്ല, അങ്ങനെ അതൊരു ടോക്കൺ, അതായത് പ്രതീകാത്മക മത്സരം. പിന്നെ അമ്പലപ്പുഴ സുധാകരൻ ചെയ്യുന്ന പോലെ പ്രതീകാത്മക മത്സരം, അല്ല വലിയ മോഹം ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തെയും UDF പിന്തുണയ്ക്കും. UDF അങ്ങനെ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ അവസരമാണല്ലോ, സ്വാഭാവികമാണ്. ടി കെ ഗോവിന്ദനെ പോലെ ഒരാളിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UDF പിന്തുണയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഡൽഹി കോൺഗ്രസിന്റെ ലിസ്റ്റിന്റെ വൈകലിന്റെ മറ്റൊരു കാരണം അതാണെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകുമോ, ഇനി എന്തെങ്കിലും വിസ്മയങ്ങൾ ഉണ്ടാകുമോ, ഇനി ഏതെങ്കിലും ടി കെ ഗോവിന്ദന്മാർ ഉണ്ടാകുമോ? അത് പ്രത്യേകിച്ച് കണ്ണൂരിൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കോൺഗ്രസ് ലിസ്റ്റ് വൈകുന്നത് ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. സർ, അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് പറഞ്ഞു വെച്ചുകൂടെ സർ, നിശബ്ദ വോട്ടുകൾ, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളും അതുപോലെ ഇപ്പോൾ CPM കണ്ണൂർ ഉണ്ടായിരിക്കുന്ന വിഷയം, അത് ഈ പറയുന്ന രീതിയിൽ ആലപ്പുഴ, ഇവിടെ രണ്ടിടത്ത് നിശബ്ദ വോട്ടുകൾ ഒരു പരിധിവരെ CPM തളിപ്പറമ്പിലും പയ്യന്നൂരും ശേഷം ഇങ്ങ് ആലപ്പുഴ അമ്പലപ്പുഴയിലും നിശബ്ദ വോട്ടുകൾ ഇവർ ഈ പറയുന്ന പോലെ എത്രയെടുത്ത് കുലംകുത്തിയാക്കാൻ ശ്രമിച്ചാലും അതുണ്ടാകില്ലേ? നിശബ്ദ വോട്ടുകൾ വിധി എഴുതില്ലേ? ഒന്ന് പറയാമോ സാർ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഇവര് G സുധാകരനും TK പിന്നെ ഗോവിന്ദനും ഒക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നു, കുഞ്ഞിക്കണ്ണനും ഒക്കെ കുഞ്ഞികൃഷ്ണനും ഒക്കെ രംഗത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ സംസാരിക്കാൻ നിശബ്ദരായിരിക്കുന്ന ഒരുപാട് അണികളുണ്ട് ഇതിനകത്ത്. അവരൊക്കെ നേതാക്കന്മാരാണ്, അതുകൊണ്ട് അവർ പരസ്യമായിട്ട് വന്നു, അവർക്ക് അതിനുള്ളൊരു ധൈര്യമുണ്ട്. നിശബ്ദരായിരിക്കുന്ന ഒരുപാട് അണികളുണ്ട്, അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല. പിന്നെ അവർക്കുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ അവർക്ക് അതിനുള്ള പ്രതികാരം, അവരുടെ മനസ്സിലുള്ള പ്രതികാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും, തീർച്ചയായിട്ടും പാർട്ടിക്കകത്തുണ്ടാകും. അതൊക്കെ തന്നെയാണല്ലോ ഈ ഗോവിന്ദനും മറ്റേ G സുധാകരനും ഒക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. സമയപരിധി മൂലം ഇടപെടുകയാണ്. ഏതായാലും ഇത് നമുക്ക് ഇനിയും തുടർന്നും ഇരിക്കേണ്ടി വരും. നമ്മൾ സാറിനെ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു സർ, താങ്ക് യു, നന്ദി.